ഫ്ലാറ്റ് റേറ്റിനെ പറ്റി വീഡിയോ ചെയ്യാലോ? ഏത് ടൈപ്പ് വീഡിയോ വേണ്ടത്? ചാർജസ് കമ്പാരിസൺ ആൻഡ് ഹൗ ടു ടേക്ക് എൻട്രി. ഓക്കെ, അപ്പോൾ രണ്ട് വീഡിയോയും ചെയ്യാലോ? സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. സോ ലെറ്റ്സ് സ്കിപ്പ് ടു ദ വീഡിയോ. ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഫ്ലാറ്റ് ട്രേഡാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് രണ്ട് ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഫ്ലാറ്റ് ട്രേഡിൻ്റെ ബ്രോക്കറേജും ചാർജസും ബാക്കി ബ്രോക്കറേറ്റിലെ കമ്പാരിസണും കാര്യങ്ങളൊക്കെ. പിന്നെ ഒന്ന് ഇതിലെങ്ങനെ എൻട്രി എടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു സ്ട്രൈക്കൊക്കെ സെലക്ട് ചെയ്തിട്ട് അതിൽ എങ്ങനെ എൻട്രി എടുക്കുക. ഒരുപാട് ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് ഉണ്ട്. ലിമിറ്റ് ഓർഡർ, മാർക്കറ്റ് ഓർഡർ, SL ഓർഡർ, അതേപോലെ അങ്ങനെയുള്ള ബി ഓർഡർ, മറ്റേ കവർ ഓർഡർ, അങ്ങനെ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാവുന്നത്. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഫ്ലാറ്റ് ട്രേഡ് ഉപയോഗിക്കുന്നു എന്നുള്ളതും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ വീഡിയോ മെയിനായിട്ട് രണ്ട് പോർഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പോർഷൻ ബ്രോക്കറേജും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ സെക്കൻഡ് പോർഷൻ അത് എല്ലാ കമ്പാരിസണും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഫ്ലാറ്റ് ട്രേഡ് ഉപയോഗിക്കുന്നുള്ളതും അതിലുണ്ടാവും. പിന്നെ സെക്കൻഡ് പോർഷനിൽ നമുക്ക് ഇതിലുള്ള എൻട്രി കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലാറ്റ് ട്രേഡും അതേപോലെ ബാക്കി ബ്രോക്കേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള ബ്രോക്കറേജിൻ്റെ കാര്യങ്ങളും, അതേപോലെ ഞാൻ എന്തുകൊണ്ടാണ് ഫ്ലാറ്റ് ട്രേഡ് ചൂസ് ചെയ്യണമെന്നുള്ളത്, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റിൽ വേറെയും ഒരുപാട് ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ് അല്ലേ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഫ്ലാറ്റ് ട്രേഡിലാണ്. നമ്മുടെ ടോപ്പിക്കും ഫ്ലാറ്റ് ട്രേഡാണ്. അതിന് പുറമെ ശൂന്യ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ കോട്ടക് നിയോ ഉണ്ട്, പിന്നെ എം സ്റ്റോക്സ്, ഫയേഴ്സ്, സെറോദ, അപ്സ്റ്റോക്സ്, ഗ്രോ, ഏഞ്ചൽ വൺ, ആലിസ് ബ്ലൂ, അങ്ങനെ ഒരുപാട് ഇതിന് കുറച്ച് മെയിനായിട്ടുള്ള ബ്രോക്കേഴ്സ് മാത്രമേ ഞാൻ അവിടെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുറച്ചെണ്ണം കുറച്ച് മുന്നേ വരെ കംപ്ലീറ്റ്ലി ഈ ബ്രോക്കറേജ് സീറോ ആണ്. ഇനി എം സ്റ്റോക്സ്, ശൂന്യ, കോട്ടക്ക്, ഫ്ലാറ്റ് ട്രേഡ് ഇത്രയും ബ്രോക്കേഴ്സിൽ സീറോ ആണ് ഇനി ബ്രോക്കറേജ്. ഇതിലൊക്കെ പണ്ട് തൊട്ടേ ബ്രോക്കറേജ് ഉള്ളതാണ്. സെറോദ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ, ആലിസ്, ഫ്ലയേഴ്സ്, ഇതിലൊക്കെ പണ്ട് തൊട്ടേ ബ്രോക്കറേജ് ഉള്ളതാണ്. ഈ കുറച്ചെണ്ണത്തിൽ ബ്രോക്കറേജ് സീറോ ആണ് ഇനി. ടാക്സ് എല്ലാത്തിലും വരും. ഈ ഗവൺമെൻറ് ടാക്സും അതേപോലെ STT അങ്ങനെ കുറച്ച് ചാർജസ് ഉണ്ട്. അത് ഇതിലെല്ലാത്തിലും വരും. ഈ എല്ലാ ബ്രോക്കേഴ്സിലും ആ ചാർജ് വരും. അത് ഗവൺമെൻറ്റിന് അടയ്ക്കുന്ന ടാക്സാണ്. എല്ലാത്തിലും വരും. പിന്നെ ബ്രോക്കറേജ് ആണ് ഇവർക്ക് തീരുമാനിച്ചിട്ട് ഇവർക്ക് വേണമെങ്കിൽ മേടിക്കുക, കുറവാണെങ്കിൽ കുറവ് മേടിക്കുക, കൂടുതൽ മേടിക്കുക. അത് ഈ ഓരോ ബ്രോക്കേഴ്സ് തീരുമാനിച്ചിട്ട് മേടിക്കുന്നതാണ്. അപ്പോൾ ഫ്ലാറ്റ് ട്രേഡിൽ ഇതിലിപ്പം ഫ്ലാറ്റ് ട്രേഡിൽ മാത്രമേ നിലവിൽ ഇത് സീറോ ആയിട്ടുള്ളൂ ഈ ബ്രോക്കറേജ്. ഇതിൽ 4ലും ആദ്യം സീറോ ആണ് ഇനി. പക്ഷേ കോട്ടക് നിയോ പിന്നീട് ബ്രോക്കറേജ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൽ 10 രൂപ ചാർജ് ഉണ്ട്. ശൂന്യയിലും എം സ്റ്റോക്സിലും അതേപോലെ ഈ അടുത്ത് എം സ്റ്റോക്സിൻ്റെ എപ്പോഴാണ് കൊണ്ടുവന്നത് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും എം സ്റ്റോക്സിൽ 5 രൂപയാണെന്ന് തോന്നുന്നു, അത് കൊണ്ടുവന്നിട്ടുണ്ട്. ശൂന്യയിൽ അതേപോലെ തന്നെ ബ്രോക്കറേജ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ 5 രൂപ ചാർജ് ഉണ്ട് ശൂന്യയിൽ. പക്ഷേ ഫ്ലാറ്റ് ട്രേഡിൽ ഇപ്പോഴും സീറോ തന്നെയാണ്. ഇനി കൊണ്ടുവരുമെന്ന് പറയാൻ പറ്റില്ല, കാരണം എല്ലാവരും കൊണ്ടുവന്നുകൊണ്ട് ഫ്ലാറ്റ് ട്രേഡ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. കൊണ്ടുവരില്ല എന്നുള്ള കാര്യമില്ല. നിലവിൽ എന്തായാലും സീറോ ആണ്. പിന്നെ ഇതിലൊക്കെ കുറച്ചും കൂടെ ചാർജ് കൂടുതലാണ്. ഈ ഫയേഴ്സിൽ, സെറോദിലും, സ്റ്റോക്സിലും എല്ലാത്തിലും 20 രൂപയാണ് ഏകദേശം എല്ലാത്തിലും തോന്നുന്നത്. അല്ലെങ്കിൽ ഏതിലെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ള എനിക്കറിയില്ല. എന്തായാലും ഇതിലെല്ലാത്തിലും നല്ല ചാർജ് ഉണ്ട്. ബ്രോക്കറേജ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ ബ്രോക്കറേജ് കൂടുതലുള്ള കുറവുള്ള നമ്മളുടെ വ്യത്യാസം എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ ചാർട്ട് നല്ല വൃത്തിയുള്ള ചാർട്ടായിരിക്കും. നമുക്ക് ചാർട്ട് നോക്കാനും ചാർട്ടിൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ സെയിം ചാർട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അതിൽ നമുക്ക് 2-3 ടാബാക്കി ഓപ്പൺ ആക്കാനും ഓരോ ഡ്രോയിങ്സും അങ്ങനെയുള്ള ഓരോ ഇൻഡിക്കേറ്റർ ഞാൻ യൂസ് ചെയ്യില്ല. മറ്റേ ഡ്രോയിങ്സൊക്കെ വരയ്ക്കാനാണെങ്കിലും അതിനൊക്കെ ചാർട്ട് നല്ല നീറ്റ് ചാർട്ടായിരിക്കും. അപ്പോൾ പക്ഷേ ഇതിലൊന്നും ചാർട്ട് തീരെ പോക്കാണ്. ഫ്ലാറ്റ് ട്രേഡിൻ്റെ ചാർട്ട് പോക്കാണ്. ഫ്ലാറ്റ് ട്രേഡിൻ്റെ ചാർട്ട് ഞാൻ തീരെ നോക്കലില്ല. ഞാൻ ചാർട്ട് നോക്കാൻ ഉപയോഗിക്കൽ അപ്സ്റ്റോക്സ് ആണ്. എൻ്റെ ലൈവ് ട്രേഡിൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ചാർട്ട് കംപ്ലീറ്റ് ഞാൻ അപ്സ്റ്റോക്സിൻ്റെ ചാർട്ടിലാണ് കാണിക്കൽ. അതേപോലെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഈ അപ്സ്റ്റോക്സിൽ പ്രീമിയത്തിൻ്റെ ചാർട്ട് കാണിക്കും. അതേപോലെ ഫ്യൂച്ചറിൻ്റെ, സ്പോട്ടിൻ്റെയും പ്രീമിയത്തിൻ്റെ, ഇതിൻ്റെ മൂന്നും കൂടെ ഒക്കെ ഒരുമിച്ചൊക്കെ ഓപ്പൺ ആക്കി വെക്കുന്ന സമയത്ത് അപ്സ്റ്റോക്സിൻ്റെ ചാർട്ടൊക്കെയാണ് ഞാൻ എടുക്കൽ. ഫ്ലാറ്റ് ട്രേഡിൻ്റെ ചാർട്ട് ഞാൻ തീരെ നോക്കില്ല. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചാർട്ട് മാത്രമേ നോക്കുന്ന സമയത്ത് മറ്റേ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടാണ് നോക്കൽ. അപ്പോൾ അതാണ് ഇതെല്ലാം തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം പറഞ്ഞത്. പിന്നെ ഞാൻ ഫ്ലാറ്റ് ട്രേഡ് ഉപയോഗിക്കാനുള്ള റീസൺ മെയിനായിട്ട് ഒന്ന് ഈ പറഞ്ഞത് തന്നെ സീറോ ബ്രോക്കറേജ് ആണ്. ഇപ്പോൾ കറൻ്റ്ലി വേറെ ഒന്നും സീറോ ബ്രോക്കറേജ് തരുന്നില്ല, ഫ്ലാറ്റ് ട്രേഡ് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞത് ഫ്ലാറ്റ് ട്രേഡിൽ ബി ഓർഡർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ബി ഓർഡർ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓർഡർ. അതിൽ ആ ഓർഡർ എന്ന് വെച്ചാൽ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഈ സെക്കൻഡ് പാർട്ടിൽ പറയും ഓരോ ഓർഡർ എടുക്കുന്നതിനെ പറ്റി പറയുമ്പോൾ. അപ്പോൾ ബ്രാക്കറ്റ് ഓർഡർ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കുന്ന സമയത്ത് തന്നെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാൻ കഴിയും ബ്രാക്കറ്റ് ഓർഡറിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ഓർഡർ ശൂന്യയിൽ നോക്കിയ സമയത്ത് പണ്ട് ഇല്ലായിരുന്നു. അത് ഇപ്പോഴും ഇല്ലാന്ന് തന്നെയാണ് തോന്നുന്നത്. ശൂന്യയിലൊന്നും ബ്രാക്കറ്റ് ഓർഡർ ശൂന്യയിൽ തരുന്നില്ല. ഈ എം സ്റ്റോക്സിൻ്റെയും കോട്ടക്കിൻ്റെയും ഒന്നും കാര്യം എനിക്കറിയില്ല. അതിലും തരുന്നില്ല എന്നാണ് തോന്നുന്നത്. അതിൽ രണ്ടിലും എനിക്ക് അക്കൗണ്ട് ഇല്ല, ഞാൻ അതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല.
ശൂന്യയിൽ എന്തായാലും അതില്ല. ബ്രാക്കറ്റ് ഓർഡറും കവർ ഓർഡർ എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് മാത്രമേ സെറ്റ് ചെയ്യാൻ കഴിയും, ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനാണ് കവർ ഓർഡർ എന്ന് പറയുക. അപ്പോൾ ആ ഒരു ഓർഡറും ശൂന്യയിൽ കിട്ടുന്നില്ല. അതെല്ലാം ഈ ഫ്ലാറ്റ് ട്രേഡിൽ ഈ സീറോ ബ്രോക്കറേജ് ചെയ്ത് തരുന്ന ഫ്ലാറ്റ് ട്രേഡിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഫ്ലാറ്റ് ട്രേഡ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ നോർമലി ബി ഓർഡറാണ് എടുക്കൽ, ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ഫെസിലിറ്റി വേറൊരു ബ്രോക്കറും തരാത്തതുകൊണ്ടാണ് ഫ്ലാറ്റ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഈ 2 റീസൺ കൊണ്ടാണ് ഞാൻ ഫ്ലാറ്റ് ട്രേഡ് ഉപയോഗിക്കുന്നത്. ഇതൊരിക്കലും ഫ്ലാറ്റ് ട്രേഡിനുള്ള റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ഉപയോഗിക്കുന്നത് അതാണ്, ഫ്ലാറ്റ് ട്രേഡ് ആണ്. അത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളൂ. പിന്നെ ചാർട്ട് ഇതിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇതിൻ്റെ എല്ലാത്തിനും ചാർട്ട് മോശമായിരിക്കും. ചാർട്ട് നോക്കാൻ ഇതിലേതെങ്കിലും ഉപയോഗിക്കാം. നല്ല അടിപൊളി സെറോദൻ്റെയും അപ്സ്റ്റോക്സിൻ്റെയും ഏഞ്ചൽ വണ്ണിൻ്റെയൊക്കെ ചാർട്ട്, ഫയേഴ്സിൻ്റെയൊക്കെ ചാർട്ട് അടിപൊളി ചാർട്ടുകളാണ്. ഞാൻ പണ്ട് ഫയേഴ്സിൻ്റെ ഒക്കെ ഉപയോഗിക്കേണ്ടത്, അപ്സ്റ്റോക്സിൻ്റെ ഉപയോഗിക്കുന്നതിൻ്റെ മുന്നൊക്കെ. പിന്നെ ഇതിൽ ഈ ബ്രോക്കറേജ് കൂടുതലുള്ള ബ്രോക്കർ എടുക്കുന്ന സമയത്ത് വേറെ കുറച്ച് ഫെസിലിറ്റി നമുക്ക് കിട്ടി. ഫയേഴ്സിൻ്റെയൊക്കെ ചാർട്ടിൽ, ഫയേഴ്സിലൊക്കെ നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ഒരു ലൈൻ വെച്ച് സെറ്റ് ചെയ്യാം. ടാർഗറ്റ് സെറ്റ് വെച്ചാൽ ആ ചാർട്ടിൽ ഒരു ലൈൻ വരും. ആ ലൈൻ നമ്മൾ എടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് മേലെ കൊണ്ടുവച്ചാലും നമ്മുടെ ടാർഗറ്റ് മോഡിഫൈ ചെയ്യാൻ സിമ്പിളായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ചില ഫെസിലിറ്റീസൊക്കെ ഓരോന്ന് തരുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും ഉപയോഗിക്കാറില്ല. കിട്ടിയിട്ടും കാര്യമില്ല, ഞാൻ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കില്ല. അതുപോലെ ഗ്രോയിൽ അങ്ങനെ വേറെ എന്തൊക്കെയോ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ അഡ്വൈസൊക്കെ തരും, ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവിടെ മേടിക്കുക നല്ല സ്റ്റോക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രേഡിങ് അഡ്വൈസൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ അഡ്വൈസും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ പെയ്ഡ് ബ്രോക്കറേജ് ഉള്ള ബ്രോക്കേഴ്സിനെ യൂസ് ചെയ്യില്ല. ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യില്ല. ഇതിൽ ഫ്ലാറ്റ് ട്രേഡ് ശൂന്യമാണ് ഞാൻ യൂസ് ചെയ്യില്ല. അതിൽ ശൂന്യം ഒഴിവാക്കിയിട്ട് ഫ്ലാറ്റ് ട്രേഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതാണ്. നേരത്തെ പറഞ്ഞല്ലോ, ബ്രാക്കറ്റ് ഓർഡറും ഇപ്പോൾ സീറോ ബ്രോക്കറേജ് വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയാണ് ബ്രോക്കറേജിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ചാർട്ടിൻ്റെ കാര്യങ്ങളും അത്രയൊക്കെയാണ്. ഇനി നമുക്ക് സെക്കൻഡ് ടോപ്പിക്കിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മളെ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് എടുക്കാം. അതായത് എങ്ങനെ എൻട്രി എടുക്കുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു സ്ട്രൈക്ക് 23 ജനുവരി 25 23 150 പുട്ട് ഓപ്ഷൻ. ഈ ഒരു സ്ട്രൈക്ക് നമ്മൾ മേടിക്കാൻ പോകണിരിക്കുക. അപ്പോൾ ഇതിലൂടെ കുറേ ഓപ്ഷൻസാണ്, ബൈ, സെല്ല്, ഡെപ്ത്. ഇത് മാർക്കറ്റ് ഡെപ്ത് ആണ്. അത് ഞാൻ യൂസ് ചെയ്യില്ല, വലിയ കാര്യമുണ്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ചാർട്ട്, ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള, ഇത് വേറെ കുറച്ച് ഓപ്ഷൻസാണ്. അപ്പോൾ ഈ ചാർട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ ചാർട്ട് നോക്കി കഴിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ ഫ്ലാറ്റിൻ്റെ ചാർട്ട് പറ്റ പോക്കാണ് പറഞ്ഞത്. ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നോർമൽ ചാർട്ടിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം നല്ല ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്, ഇവിടെയും ചെറിയ ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. ഇതിലുള്ള മറ്റേ അപ്സ്റ്റോക്സിൻ്റെ ചാർട്ടാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതാ സെയിം ഏരിയയിൽ വലിയ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ല, പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് നല്ല നല്ല ക്യാൻഡിൽസാണ്. ഇതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ലൈവ് മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ കുറച്ചേരം സ്റ്റക്കായി നിൽക്കും. ശരിക്കും റിയൽ മാർക്കറ്റ് അവിടുന്ന് മറ്റേ അപ്സ്റ്റോക്സിലും ഫയേഴ്സിലും ബാക്കിയുള്ളതിലൊക്കെ ഇത് കുറച്ച് മേലെ കയറി ടോപ്പിലെത്തിയിട്ടുണ്ടാവും. പിന്നെ ആയിരിക്കും ഇത് പെട്ടെന്നൊരു ഇവിടുന്ന് ഇങ്ങോട്ടൊരു ജമ്പ് വരുന്നത്. അതിൻ്റെ നടക്കണമെന്ന് നമുക്ക് കാണാനായില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ചാർട്ട് തീരെ ഉപയോഗിക്കില്ല. അതുകൊണ്ട് ചാർട്ട് നമുക്ക് വേണ്ട. ഇനി ഇതിൻ്റെ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ബൈ ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ബൈൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരാം. ഇത് കാണാൻ ചെറിയൊരു സാധനമാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാടുണ്ട്. അത്യാവശ്യം ട്രേഡ് എടുക്കുന്ന ആൾക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും. അതല്ല അറിയാത്ത ഒരാൾക്കാണെങ്കിൽ ഓരോ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഈ എഡ്ജ് തൊട്ട് ഈ എഡ്ജ് വരെയുള്ള എല്ലാ കാര്യവും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇത് സ്ട്രൈക്ക്. ഇതിപ്പോൾ നമുക്ക് ബൈ ആണെങ്കിൽ ഇതിപ്പോൾ ബൈ ആണ്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ലാക്കാം. വാങ്ങണമെന്നാണെങ്കിൽ ബൈ, വിൽക്കണമെന്നാണെങ്കിൽ സെല്ലാക്കി കഴിഞ്ഞാൽ നമുക്ക് വിൽക്കാനും വാങ്ങാനായി. അപ്പോൾ ഇതിപ്പോൾ സെലക്ട് ചെയ്ത് സ്ട്രൈക്ക് കാരണം നിഫ്റ്റി 23 ജനുവരി 2025 23,150 പുട്ട് ഓപ്ഷൻ്റെ സ്ട്രൈക്കാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തത്. അപ്പോൾ NFO ഫ്യൂച്ചറിൻ്റെ ഓപ്ഷൻസിൻ്റെ ആണ്. ഇതിപ്പോൾ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസാണ്. അതിൻ്റെ ചാർട്ടിൽ നമുക്ക് ഇവിടെ കാണാം. ലാസ്റ്റ് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 129.6 ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആണ്. രാത്രി 12-1 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആണ്, അതുകൊണ്ടാണ് അനങ്ങാതെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസ് 129.6 അതാണ് ഇവിടെ കാണുന്നത്. ഇനി താഴത്തേക്ക് വരുമ്പോൾ ഫസ്റ്റ് കോളം 4 ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ഉണ്ട് നമുക്കിവിടെ കാണാം. ഒന്ന് നോർമൽ ഓർഡർ, പിന്നെ ഒന്ന് MIS ഓർഡർ, പിന്നെ ഒന്ന് കവർ ഓർഡർ, പിന്നെ ഒന്ന് ബ്രാക്കറ്റ് ഓർഡർ. 4 ടൈപ്പ് ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആണ് നോർമൽ ഓർഡർ എന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു ട്രേഡ് എടുത്തിട്ട് അത് ഇന്ന് തന്നെ എക്സിറ്റ് അടിക്കണമെങ്കിൽ ഇന്ന് തന്നെ എക്സിറ്റ് അടിക്കുക. അതല്ല നാളെ എക്സിറ്റ് അടിക്കണമെങ്കിൽ നാളെ, മറ്റന്നാൾ എക്സിറ്റ് അടിക്കണമെങ്കിൽ മറ്റന്നാൾ. അങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ എടുക്കുന്ന പൊസിഷൻസ് ആണ് ഈ നോർമൽ ഓർഡർ ഇട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 3 ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നാളത്തെ ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായി കട്ടാവും. MIS കവർ ഓർഡർ ബ്രാക്കറ്റ് ഓർഡർ ഒക്കെ ആണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഓട്ടോമാറ്റിക്കായി കട്ടായി പോകും. നോർമൽ ഓർഡർ ഇടുകയാണെങ്കിലേ ഉള്ളൂ ഇന്ന് മേടിച്ചിട്ട് നമുക്ക് നാളെ മറ്റന്നാളൊക്കെ വിൽക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നോർമൽ ഇത് തമ്മിലുള്ള വ്യത്യാസം.
ഇനി MIS എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് മേടിക്കുക ഇന്ന് വിൽക്കാം, ഇന്ന് രാവിലെ മേടിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ഇന്ന് വിൽക്കാം. ഇന്ന് വിറ്റില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 3:30 ആകുമ്പോൾ കട്ടായി പോകും. അപ്പോൾ ഈ MIS ഓർഡറും ഇത് മൂന്നും നമ്മളെ വ്യത്യാസം നോക്കുകയാണെങ്കിൽ MIS ഓർഡറിൽ നമുക്ക് എൻട്രി എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ടാർഗറ്റും SLും സെറ്റ് ചെയ്യാനൊന്നും കഴിയില്ല, എൻട്രി എടുക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതിന് ഇവിടെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, പ്രൈസ് അടിക്കാനുള്ള ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഇത് ക്വാണ്ടിറ്റി അടിക്കാനുള്ള സ്ഥലം, പ്രൈസ് അടിക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. ഇനി കവർ ഓർഡർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോളം കൂടെ വന്ന് നമുക്ക് കാണാം, അതായത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുക്കുകയായിരിക്കും, ഇപ്പോൾ 129.6 എൻട്രി എടുത്തിട്ട് ഇവിടുന്ന് എൻട്രി എടുത്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വിങ്ങിൻ്റെ താഴെയൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് കളം നോക്കാം. ഇതിപ്പോൾ ഒരു 9 പോയിൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 9.2 വേണമെങ്കിൽ കുറച്ച് കൂട്ടി വെക്കണമെങ്കിൽ 10 തന്നെ വെക്കുകയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 10 എന്ന് അടിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ 10 പോയിൻ്റ് താഴെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വരെ. ഇവിടെ ഈ ഒരു പ്രൈസ് അല്ല അവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ഈ സ്റ്റോപ്പ് ലോസ് വരാൻ പോണ പ്രൈസ് 119.15 ആ പ്രൈസ് അല്ല അവിടെ അടിക്കേണ്ടത്. നമ്മൾ എൻട്രി പോയിന്റിൽ നിന്ന് എത്ര താഴെയാണ്, 10 പോയിൻ്റ് താഴെയാണ്, ആ 10 എന്നുള്ള വാല്യൂ ആണ് ഈ സ്റ്റോപ്പ് പ്രൈസിൽ അടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് കവർ ഓർഡർ. ഇനി ബ്രാക്കറ്റ് ഓർഡറാണ് ഞാനൊക്കെ എടുക്കൽ. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഓർഡർ എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യുക. നമ്മൾ 10 പോയിൻ്റ് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നുണ്ട്, നമുക്ക് ഒരു 100 പോയിൻ്റ് മേലെ ടാർഗറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ 100 എന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനാണ് ടാർഗറ്റ് ഓർഡർ, ഈ ബി ഓർഡർ എടുക്കുന്നത്. ഇനി ട്രെയിലിംഗ് ടിക്സ് ഇത് വേണമെങ്കിൽ എടുത്താൽ മതി. അതായത് നമ്മളിപ്പോൾ ഇവിടെ എൻട്രി എടുത്തായിരിക്കാം, എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ മേലേക്ക് പോകാൻ തുടങ്ങി. ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് നമ്മളെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും എൻട്രി എടുത്ത സമയത്ത്. അത് കയറി പോകുന്നതിനനുസരിച്ച് ഇത് കയറി വരും. സ്റ്റോപ്പ് ലോസ് കുറച്ച് മാർക്കറ്റ് കയറിയാൽ സ്റ്റോപ്പ് ലോസ് കയറും, പിന്നെ മാർക്കറ്റ് കയറിയാൽ സ്റ്റോപ്പ് ലോസ് വീണ്ടും കയറും. അങ്ങനെ കയറി ട്രയൽ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ട്രെയിലിംഗ് ടിക്സ് പറഞ്ഞത്. അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പോൾ അതാണ് ഈ ട്രെയിലിംഗ് ടിക്സ് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ അതാണ് ഈ 4 ഓർഡേഴ്സ്: നോർമൽ, MIS, കവർ, ബ്രാക്കറ്റ് ഓർഡർ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ക്വാണ്ടിറ്റി. നമുക്ക് ഈ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിൻ്റെയും ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലൊക്കെ നമുക്ക് ലോട്ട് സൈസിൽ മേടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഷെയറൊക്കെ മേടിക്കുന്ന 1, 2, 10 എണ്ണം 20 എണ്ണം നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റില്ല. അപ്പോൾ നിഫ്റ്റീൻ്റെ ലോട്ട് സൈസ് പറഞ്ഞാൽ ഇപ്പോൾ 75 ആണ്. അപ്പോൾ ഒന്നെങ്കിൽ 75 എണ്ണം മേടിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഡബിൾ 75 150 ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ 225, അല്ലെങ്കിൽ 300, അങ്ങനെ 75ൻ്റെ മൾട്ടിപ്പിളിലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അടുത്തത് പ്രൈസ്. ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പ്രൈസിനാണോ ഇത് മേടിക്കേണ്ടത് എന്നുള്ളത് ടൈപ്പ് ചെയ്യാനുള്ളതാണ്. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഇവിടെയാണ് എത്തിയിട്ടുള്ളത്, പക്ഷെ നമുക്ക് ഈ ഒരു പ്രൈസിന് വേണ്ട. മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് വന്നിട്ട് കുറച്ചും കൂടെ ലോവർ പ്രൈസിന് ഒരു 120 ഒക്കെ ഇവിടെ എത്തുന്ന സമയത്ത് ഒരു 120 എത്തുമ്പോഴാണ് നമുക്ക് മേടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് സെറ്റ് ചെയ്യാം, 120 എന്ന് അടിച്ചു കൊടുക്കാം. അതിനാണ് ഈ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ കോളം ഉള്ളത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതുവരെ ഉള്ളത്. ഇനി അടിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മോറിൽ പോയാൽ മോറിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടും ഞാനങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല, നമുക്ക് ആവശ്യം വരില്ല. ഡേ ഇട്ടിട്ട് തന്നെയാണ് എടുക്കുക. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഡേ ഇട്ടിട്ടാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ അവിടെ വൈകുന്നേരം വരെ കിടക്കും. അതാണ് എൻ്റെ ടു ദ ബെസ്റ്റ് ഓഫ് ദ നോളജാണ് ഞാൻ പറയുന്നത്. ചിലപ്പം തെറ്റുകൾ ഉണ്ടാവില്ല, ശരി തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഡേ ഇട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഒരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അത് വൈകുന്നേരം വരെ ആ ഓർഡർ അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കും, അത് എക്സിക്യൂട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ IOS ഇട്ടിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഡർ ഈ ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസലാണ് ഈ സംഭവം. അപ്പോൾ ഇപ്പം ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അത് ഇപ്പം എക്സിക്യൂട്ട് ആവുകയാണെങ്കിലാവും, അതല്ല ഉണ്ടെങ്കിൽ അവിടെ ഓർഡർ ക്യാൻസലായി പോകും. ഒന്നെങ്കിൽ ഇപ്പോൾ എക്സിക്യൂട്ടോ അല്ലെങ്കിൽ ക്യാൻസലാവും, അത് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കില്ല. അതാണ് ഈ ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ. ഈ സംഭവം ഇട്ടിട്ട് ഞാൻ ഇതുവരെ ട്രേഡ് എടുത്ത് നോക്കിയില്ല, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എല്ലാ സമയത്തും ഡേ ഇട്ട് തന്നെയാണ് എടുക്കൽ. അപ്പോൾ അതാണ് ഈ ഒരു മോർ എന്നുള്ള ഓപ്ഷൻ. ഇനി അടുത്തത് ലിമിറ്റ്, മാർക്കറ്റ്, SLM, AMO. ഇപ്പോൾ ലിമിറ്റ് ഇട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രൈസ് സെറ്റ് ചെയ്യാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താഴെ ഈ ഒരു 120 എത്തുന്ന സമയത്താണ് നമുക്ക് മേടിക്കുക. ഇപ്പോഴുള്ള പ്രൈസ് നമുക്ക് വേണ്ട, താഴെ എത്തിയിട്ട് ഈ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്താൽ ഇവിടെ ഈ പ്രൈസ് സെറ്റ് ചെയ്യാൻ കഴിയും. ഇനി നേരെ മറിച്ച് നമ്മൾ മാർക്കറ്റ് ആക്കിയാൽ ഈ ഓപ്ഷൻ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയില്ല. മാർക്കറ്റ് ആക്കിയാൽ കാണാം ആ ഒരു ഓപ്ഷൻ അവിടെ നിന്ന് പോയി. അത് പോയി എന്നല്ലാതെ അവിടെ ഉണ്ട്, പക്ഷേ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് അവിടെ പ്രൈസ് അടിക്കാൻ കഴിയില്ല. മാർക്കറ്റ് ഓർഡറിൽ ഇട്ടിട്ടാണ് നമ്മളൊരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ എത്രയാണോ പ്രൈസ് ആ പ്രൈസിനാണ് എക്സിക്യൂട്ട്. അതായത് ഇപ്പോൾ 129.6 സമയത്ത് നമ്മൾ മാർക്കറ്റ് ഓർഡറിൽ ഇട്ടിട്ട് ഒരു ബൈ അടിച്ചു കഴിഞ്ഞാൽ
കറക്റ്റ് 129.6 എക്സിക്യൂട്ട് ആവും. അത് ചിലപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ഒന്ന് മേലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ മേലുള്ള പ്രൈസിനായിരിക്കും, അതെല്ലാം എടുക്കുന്ന സമയത്ത് ഒന്ന് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ താഴെയുള്ള പ്രൈസിനായിരിക്കും. എന്തായാലും ആ ടൈമിൽ മാർക്കറ്റിൽ എന്താണോ പ്രൈസ് ആ പ്രൈസിനായിരിക്കും നമുക്ക് എൻട്രി കിട്ടുക. അതാണ് മാർക്കറ്റ് ഓർഡർ. അപ്പോൾ ഇവിടെ ഈ സാധനം കാണില്ല, ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനില്ല. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വേറൊരു സാധനങ്ങൾ ശ്രദ്ധിച്ചു, ലിമിറ്റുള്ള സമയത്ത് ഈ ഒരു സംഭവം ഇവിടെ ഇല്ല, കണ്ടില്ലേ, അത് പോയി. പക്ഷേ മാർക്കറ്റ് അടിക്കുമ്പോൾ അത് വന്നു. അപ്പോൾ ഇതാണ് മാർക്കറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് പറഞ്ഞത്. അത് നമുക്ക് എത്ര പെർസെൻറ്റേജ് വേണമെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക, 5, 10, 20 എത്ര വേണം അടിച്ചു കൊടുക്കുക. അതെന്താ സംഭവം വെച്ചാൽ, ഞാൻ പറഞ്ഞു നമ്മൾ മാർക്കറ്റ് ഓർഡറിൽ ഇട്ടെടുക്കുന്ന സമയത്ത് ആ ടൈമിൽ മാർക്കറ്റിൽ എത്രയാണോ പ്രൈസ് ആ പ്രൈസിനായിരിക്കും എക്സിക്യൂട്ട് ആവുക. അപ്പോൾ നമ്മൾ ഈ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 5% ഇടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഉള്ള സമയത്ത് നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിൽ നിന്ന് ഒരു 5% മേലെയോ അല്ലെങ്കിൽ 5% താഴെയോ ഒക്കെ ആയിട്ട് നമുക്ക് എൻട്രി കിട്ടും. അതല്ലാതെ ഹ്യൂജ് മേലേക്കൊക്കെ പോയിട്ട് നമുക്ക് എൻട്രി കിട്ടില്ല. അതായത് അത് എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, ഇവിടെ നമ്മളൊരു എൻട്രി പ്ലേസ് ചെയ്താൽ മാർക്കറ്റ് ഇപ്പോൾ പെട്ടെന്ന് ഒരു ഹ്യൂജ് സ്പൈക്ക് വന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയിരിക്കാം, അതായത് ഒരു 150 പോയി. അങ്ങനെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എൻട്രി കിട്ടുക എവിടെയായിരിക്കും, ഈ ഒരു വലിയ പ്രീമിയത്തിലേക്ക്. അങ്ങനെ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ, ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് ഇവിടെ ടാർഗറ്റൊക്കെ വെക്കാനുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ അത്രയും വലിയ ഇവിടെ പോയിട്ട് നമുക്ക് എൻട്രി ഇട്ടിട്ട് കാര്യമില്ല, പിന്നെ താഴേക്ക് വന്നാൽ നമുക്ക് ലോസ് അല്ല, ഒരു കാര്യമില്ല. അപ്പോൾ ഹ്യൂജ് പ്രൈസിന് കിട്ടിപ്പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്കറ്റ് പെർസെൻറ്റേജ് പറഞ്ഞത്. അപ്പോൾ 5 അടിച്ചു വെച്ചാൽ ഇവിടുന്ന് ഒരു 5% മേലെ 5% താഴെ, ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും നമുക്ക് എൻട്രി കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ, അല്ല താഴേക്ക് ഉണ്ടോ എനിക്കറിയില്ല, മേലേക്ക് മാത്രമേ ഉള്ളതുകൊണ്ട്. കാരണം താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് ആണല്ലോ. അപ്പോൾ എത്ര താഴെ പോകുന്നു അത്രയും താഴെ നമുക്ക് എൻട്രി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് ആണല്ലോ. മേലേക്ക് പോകുന്നതിന് മാത്രമേ ഉള്ളതുകൊണ്ട് ഒരു പെർസെൻറ്റേജ് പറഞ്ഞ് ഒരു പ്രൊട്ടക്ഷനാണ്. അതായത് മാർക്കറ്റ് ഓർഡറിൽ നിന്ന് നമുക്കുള്ളൊരു പ്രൊട്ടക്ഷനാണ്. ഇപ്പോൾ വലിയൊരു സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്പൈക്കിൽ വലിയ പ്രീമിയത്തിൽ നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ആ ഒരു സംഭവം. ഇവിടെ മാർക്കറ്റ് പ്രൊട്ടക്ഷൻ പെർസെൻറ്റേജ് ആണ് സംഭവം. ഓക്കെ, അപ്പോൾ അതാണ് മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞത്. ഇനി SL ഓർഡർ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടിലൊക്കെ എൻട്രി എടുക്കുന്ന ഒരാളാണ് വിചാരിക്കാം. അപ്പോൾ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എൻട്രി ഈ ഒരു ഏരിയയിലായിരിക്കും വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, SL, അത് ആദ്യം SL മാർക്കറ്റ് ഓർഡർ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഇത് SL ലിമിറ്റാണ്, SL ലിമിറ്റ് ഓർഡർ പറയാം. അപ്പോൾ SL മാർക്കറ്റ് ഓർഡർ ഇടുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ ഈ മാർക്കറ്റ് ഓർഡറിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ കഴിയില്ല, ഈ ട്രിഗർ മാത്രമേ അടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ട്രിഗറിൻ്റെ ഇവിടെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഈ ഒരു പ്രൈസ്, ഈ വാല്യൂ എത്ര, 132.05. അപ്പോൾ ഈ ട്രിഗറിൻ്റെ ഇവിടെ 132.05 അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഇതെത്തുന്ന സമയത്തേ ഉള്ളൂ ആ ഒരു എൻട്രി ട്രിഗർ ആവുള്ളൂ. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കുകയാണ്, ഇവിടെ നിന്ന് താഴേക്ക് തന്നെ വരികയാണെങ്കിൽ ഒന്നും എൻട്രി ആക്ടിവേറ്റ് ആവില്ല. മാർക്കറ്റ് മേലെ വന്നിട്ട് ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ എൻട്രി ആക്ടിവേറ്റ് ആയിട്ട് നമുക്ക് എൻട്രി കിട്ടുള്ളൂ. അതാണ് ഈ SL മാർക്കറ്റ് എന്ന് പറഞ്ഞത്. ഇനി SL ലിമിറ്റ് എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതേ സംഭവം തന്നെ ഇവിടെ എത്തി കഴിഞ്ഞിട്ട് പെട്ടെന്ന് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് നിന്ന് മേലേക്ക് പോയിരിക്കാം. അതൊരു ക്യാൻഡിൽ പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയി കയറി ഇങ്ങനെ അങ്ങോട്ട് പോയിരിക്കാം. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഈ മാർക്കറ്റ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രൈസിനായിരിക്കും അതേപോലെ തന്നെ വീണ്ടും കിട്ടുക. ഈ ചിലപ്പോൾ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആയിരിക്കും നമുക്ക് എൻട്രി കിട്ടുക. അപ്പം അങ്ങനെ ഇട്ടിട്ട് നമുക്ക് കാര്യമില്ലല്ലോ, നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടണ്ട. ഇവിടുന്ന് കിട്ടിയാലല്ലോ നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് വെക്കാൻ കഴിയില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് എൻട്രി കിട്ടി കഴിഞ്ഞാൽ നമ്മളെ റിസ്ക് റിവാർഡൊക്കെ പോയി പോകില്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുന്നാണ് എൻട്രി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ റിസ്ക് അല്ലാണ്ട് ഇങ്ങനെ കൂടി ഇത്രയും വലിയ റിസ്ക് ആയി പോകും. അപ്പോൾ അതിൽ നമുക്ക് കാര്യമില്ല, നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ കിട്ടണം. അപ്പോൾ ഇവിടുന്ന് തന്നെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ SL ലിമിറ്റ് ഇട്ടിട്ട് ട്രിഗർ ഇതന്നെ അടിക്കാം. നമുക്ക് ആ റെസിസ്റ്റൻസ് എത്ര ആണോ 132.05, അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എൻട്രി ഉണ്ട്. അപ്പോൾ അത് തന്നെ അടിക്കാം. ഇനി ഈ പ്രൈസിൻ്റെ ഇവിടെ അതിൻ്റെ തൊട്ടടുത്തുള്ള വില അടിച്ചു കൊടുക്കുക. അതിപ്പോൾ നമുക്ക് 132.55 വരെ പോയായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും കിട്ടണം. അത് ഈ ഒരു ചെറിയ ഗ്യാപ്പ് തന്നെ നമുക്ക് കിട്ടണം. അതിൻ്റെ മേലേക്ക് പ്രൈസ് പോയി പോരാ. അതിൻ്റെ മേലേക്ക് പോയിട്ട് നമുക്ക് സ്ലിപ്പേജ് കൊണ്ട് കിട്ടാണ്ട് പോവുകയാണെങ്കിൽ പോട്ടെ നോക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു 132.55 നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. 132.55. അപ്പോൾ അതാണ് ആ ഒരു സംഭവം. SL ലിമിറ്റും SL മാർക്കറ്റും മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഇനി AMO വെച്ചാൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡറാണ്. അതായത് മാർക്കറ്റ് ഇല്ലാത്ത സമയത്ത് ഇപ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇട്ടേക്കാൻ തോന്നുന്നു. അത് വേണമെങ്കിൽ ഒരു ഓർഡർ ഇട്ട് വെക്കണം, വേണ്ട വെറുതെ.
വേണമെങ്കിൽ ഒരു ഓർഡർ ഇട്ട് നോക്കാം. അത് അവിടെ പെൻഡിങ് ആയി കിടക്കുമെന്ന് നോക്കി നോക്കുമല്ലോ. ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല. നോർമൽ ഓർഡർ ഇടാം. പ്രൈസ് നമുക്കൊരു 120 കൊടുക്കാം. പ്രൈസ് അല്ല, അത് SL ആണ്, ലിമിറ്റ് ആക്കാം. എന്നിട്ടൊരു 120 കൊടുക്കാം. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 75 ക്വാണ്ടിറ്റി 120 പ്രൈസിന് നമ്മൾ മേടിക്കുക എന്നുള്ള രീതിയിൽ ഒരു എൻട്രി കൊടുത്തു നോക്കുകയാണ്. ഓക്കെ, ആ ഒരു ഓർഡർ അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ കാണാം 75 ക്വാണ്ടിറ്റി. നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ അത് വരുമായിരിക്കും. നേരെ മറിച്ച് നമ്മളിപ്പോൾ AMOക്ക് പകരം AMO സെലക്ട് ചെയ്യാണ്ട് ലിമിറ്റിലിട്ട് എടുക്കുകയായിരിക്കാം. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഡറുടെ കാണാമല്ലോ. അതാ ആ ഓർഡർ അപ്പോൾ സ്പോട്ടിൽ റിജക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ കാണാം 1.20 എൻട്രി എടുത്ത് അതിപ്പം തന്നെ റിജക്റ്റ് ആയി. ഓഫ് മാർക്കറ്റ് ആയതുകൊണ്ട് അത് റിജക്റ്റ് ആയി. അപ്പോൾ ഇപ്പോൾ നമുക്ക് നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇരിക്കാൻ കഴിയില്ല. മാർക്കറ്റ് ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഒരു എൻട്രി എടുക്കുക വേണം. അങ്ങനെയാണെങ്കിൽ ഇടാനുള്ളൊരു ഓർഡറാണിത്. അതായത് കാലപ്പോൾ ഒരു ഓർഡർ അവിടെ വേണ്ട, അത് ക്യാൻസൽ ആയിക്കോളാം. ക്യാൻസലേക്ക് ഓക്കെ. അപ്പോൾ അതാണ് ഈ സംഭവം. എന്തേനി AMO എന്ന് പറഞ്ഞത്. ഇതാ ഈ AMO എന്ന് പറഞ്ഞ സംഭവം അതാണ്. ഇനി അപ്പോൾ ഏകദേശം എല്ലാം കവറായെന്ന് തോന്നുന്നു അല്ലേ. ഇനിയിപ്പോൾ ഈ MIS കവർ ഓർഡർ ഇതൊക്കെ വേണ്ടിയിട്ടായിട്ട് പറഞ്ഞു. ഈ കവർ ഓർഡറിലും ബ്രാക്കറ്റ് ഓർഡറിലും കവർ ഓർഡറിലും അതേമാതിരി നമുക്ക് ഇത് രണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലിമിറ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് പ്രൈസും സെറ്റ് ചെയ്യാം, ടാർഗറ്റും സെറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് പ്രൈസും കൂടെ സെലക്ട് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്കൊരു ടാർഗറ്റ് ഞാൻ നോർമലി വെക്കൽ നിഫ്റ്റിയിൽ 30 പോയിൻറ്റ്സ്. അപ്പോൾ 30 പോയിൻറ്റ്സ് ടാർഗറ്റും വേണം. സ്റ്റോപ്പ് ലോസ് 6 പോയിൻ്റ് ഞാൻ വെക്കില്ല. അപ്പോൾ 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസും വേണം. ഇനി നമുക്ക് ഈ ലിമിറ്റ് ഇത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതല്ല മാർക്കറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മാർക്കറ്റ് ഇട്ടിട്ട് നമ്മളിപ്പോൾ ഒരു എൻട്രി പഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇപ്പോഴുള്ള പ്രൈസ് 129.6 എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഈ പ്രൈസിന് വേണ്ടി മാർക്കറ്റ് എക്സിക്യൂട്ട് ആവുകയും ചെയ്യും. കറക്റ്റ് 30 പോയിൻറ്റിൽ ടാർഗറ്റ് വരും. ഒരു 30 പോയിൻ്റ് വരുമ്പോൾ ഇവിടെ ആയിരിക്കും. അതേപോലെ SL 6 പോയിൻറ്റിൽ വരും. SL 6 പോയിൻ്റ് വരുമ്പോൾ ഏകദേശം ഇവിടെ ആയിരിക്കും വരാം. അപ്പോൾ ഇവിടെ SLും വരും, ടാർഗറ്റും വരും, എൻട്രി ഇവിടെയും വരും. ഇനി നേരെ മറിച്ച് നമ്മളിവിടെ ലിമിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായി, ഇവിടെ നമുക്കൊരു പ്രൈസ് സെറ്റ് ചെയ്യാം. അപ്പോൾ 120 അടിക്കാതിരിക്കാം. അങ്ങനെ 120 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ടാണ് നമ്മളൊരു ബൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായി, 120 പറയുമ്പോൾ ഇവിടെ ആയിരിക്കും. കറക്റ്റ് 120 120 വരുമ്പോൾ ഇവിടെ. അപ്പോൾ 120 എത്തുന്ന സമയത്ത് അങ്ങനെ ഒരു എൻട്രി ആക്ടിവേറ്റ് ആവും. കറക്റ്റ് 120, 130, 40, 50 കറക്റ്റ് 150 ഒരു ടാർഗറ്റ് ഓർഡറും വരും. കറക്റ്റ് 6 പോയിൻ്റ് താഴെ 120 താഴെ പറയുമ്പോൾ 113, 14 114 ഒരു SL ഓർഡറും വരും. അപ്പോൾ അത്രയും ഓർഡർ വരും. ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വേറെ ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഏതെങ്കിലുമൊക്കെ വീഡിയോയിലായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇത് ബ്രാക്കറ്റ് ഓർഡറിലും വേണമെങ്കിൽ നമുക്ക് AMO ഒക്കെ ഇടാം. ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു മാർക്കറ്റ് ഓർഡർ വേണമെങ്കിൽ നമുക്ക് ഇട്ടേക്കാം. അതും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ച് നോക്കാം വരുമില്ല എന്നുള്ളത്. ഓക്കെ, അതും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ ഓർഡർ നമ്മൾ ഇട്ടുവെച്ചാൽ ഇതിപ്പോൾ AMO ആയതുകൊണ്ടാണ് വന്നത്. മറ്റേ നോർമൽ അല്ല AMO ഓഫ് ആക്കിയിട്ടെന്നുണ്ടെങ്കിൽ അതും റിജക്റ്റ് ആവും. ഈ ഒരു ഓർഡർ എന്ന് വെച്ചാൽ ഈ ഓർഡർ ഇപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് എന്തായിരിക്കും സംഭവിക്കുക, മാർക്കറ്റ് ഇവിടെ നിന്ന് മേലോട്ട് തന്നെ കയറി പോകുക വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. നേരെ മറിച്ച് മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ 120 എത്തുകയാണെങ്കിൽ ആ ഒരു എൻട്രി ട്രിഗർ ആവും. ഇവിടെ ഒരു ടാർഗറ്റ് ഓർഡർ വരും, ഇവിടെ ഒരു SL ഓർഡർ വരും. അതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് കയറിപ്പോയി ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ടാർഗറ്റ് അടിക്കുകയും ചെയ്യും, നമുക്ക് പ്രോഫിറ്റും കിട്ടും. ആ ടാർഗറ്റ് ഓർഡർ എക്സിക്യൂട്ട് ആവും, SL ഓർഡർ ക്യാൻസൽ ആവും. നേരെ മറിച്ച് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എൻട്രി തന്നതിന് ശേഷം താഴേക്ക് വന്നിട്ട് ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, എൻട്രി ഇവിടുന്ന് ട്രിഗറായി, ഇവിടുന്ന് SL അടിക്കും, SL ഓർഡർ എക്സിക്യൂട്ട് ആവും, ടാർഗറ്റ് ഓർഡർ ക്യാൻസൽ ആവും, നമുക്ക് ലോസും വരും. അപ്പോൾ അത്രയും കാര്യങ്ങളായിരിക്കും ഈ ഒരു ഓർഡറിൽ സംഭവിക്കാം. ഒരു ഓർഡർ നമുക്ക് ആവശ്യമില്ല, അതും ക്യാൻസലായി കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. എല്ലാ സംഭവങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതിലെന്തെങ്കിലും വിട്ടുപോയെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഈ ഓർഡറിൻ്റെ ഇതല്ലാതെ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം തന്നെ കുറച്ച് ആൾക്കാർ
മുന്നത്തെ വീഡിയോയിലൊക്കെ കമൻറ്റിൽ ചോദിച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചല്ലോ. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഞാൻ വേറെ ഏതെങ്കിലും ടോപ്പിക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോൻ്റെ ഒക്കെ കമൻറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കമൻസൊക്കെ ഇടാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.